നമസ്കാരം. ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും അമേരിക്കയെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ രഹസ്യം ഇപ്പോൾ വൈകിയാണെങ്കിലും പുറത്തായിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ആയുധ കച്ചവടത്തിലൂടെ കോടികൾ മണക്കുന്ന രഹസ്യ നീക്കങ്ങൾ നടന്നു വരുന്നു എന്നാണ്. അതായത് രഹസ്യമായി ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധക്കളത്തിൽ സൈനികർ ജീവന് വേണ്ടി പോരാടുമ്പോൾ അധികാരത്തിന്റെ ശീതീകരിച്ച മുറികളിലിരുന്ന് ചിലർ ഓഹരി വിപണിയിലെ ലാഭം കൊയ്യാൻ പദ്ധതിയിടുകയാണ്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സറ്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ യുദ്ധക്കച്ചവടത്തിന്റെ നിഗൂഢതകളിലേക്കാണ് ഇപ്പോൾ നമുക്ക് പോകാം. അതായത് പ്രമുഖ സാമ്പത്തിക മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ചാണ്. അതായത് ഈ വിവാദം വന്നതും ഈ റിപ്പോർട്ട് പ്രകാരമാണ്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സൈനിക നീക്കം നടത്തിയതിനു മുമ്പുള്ള ആഴ്ചകളിൽ ഹെഗ്സറ്റിനോട് ബന്ധപ്പെട്ട ബ്രോക്കർ ആയുധ നിർമ്മാണ മേഖലകളിൽ നിക്ഷേപ സാധ്യതകൾ അന്വേഷിച്ചു എന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മോർഗൻ സ്റ്റാലിയനിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രോക്കർ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി മാനേജ്മെന്റ് കമ്പനികളിൽ ഒന്നായ ബ്ലാക്ക് റോക്കുമായി ബന്ധപ്പെട്ട ഫണ്ടിലേക്കാണ് നിക്ഷേപത്തിന് ശ്രമിച്ചത്. അതായത് നിക്ഷേപം നടത്താനായി ഒരു ശ്രമം നടത്തിയത്. ആയുധ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ ഉൾപ്പെട്ട എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിലായിരുന്നു ഈ നീക്കവും.